പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവ് നമ്മളെ എത്രത്തോളം നടത്തി. കഴിഞ്ഞ 7 മാസം കർത്താവ് നമ്മളെ ജയകരമായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം കർത്താവ് പകർന്നു തന്ന് തൻ്റെ ഭൂമിക്കകത്ത് ഒളിപ്പിച്ച് ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്താട്ടെ. നന്ദിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എപ്പോഴും ദൈവസന്നിധി നന്ദി ഉണ്ടെങ്കിൽ ദൈവം ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കാൻ റെഡിയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവ് ജയസ്വരമായി നടത്തുന്നത് ഓർത്തുകൊണ്ട് ആ ജയത്തിനകത്തിരിക്കുമ്പോൾ കേട്ടതുപോലെ നാം ഫലം കായ്പാൻ റെഡിയാകണം. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും സഭയോട് അത് തന്നെ ഉപദേശിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളിൽ മഹത്വപ്പെടുകയാണ്. ഹല്ലേലൂയ. ഫലം കായ്ക്കുന്നവനെ ദൈവം അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. കാരണം ദൈവം അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമുക്കായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഹല്ലേലൂയ വചനം ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. അന്ന് കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ട ഒരു ചിന്ത ഞാൻ ശുശ്രൂഷിച്ചു. അതിനെ തുടർന്ന് ഇന്ന് കാലം ശുശ്രൂഷിപ്പാൻ വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. 1 കൊരിന്ത്യർ 16 ഇത് ഹല്ലേലൂയ. എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പൗലോസിന്റെ ജീവിതത്തിൽ 1 കൊരിന്ത്യർ 16 ഹല്ലേലൂയ. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ ദൈവം തുറന്നിരിക്കുന്നു, എതിരാളികൾ പലർ ഉണ്ട്. ഹല്ലേലൂയ. ജീവിതയാത്രയ്ക്കകത്ത് നമുക്ക് കഴിഞ്ഞ ആഴ്ച ശുശ്രൂഷ ചെയ്തപ്പോൾ ക്രിസ്തു യേശുവിനെ കുറിച്ച് വ്യക്തമായി ഞാൻ ശുശ്രൂഷിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ട ഏറ്റവും വലിയ വാതിലാണ് യേശു ക്രിസ്തുവിനിലേക്കുള്ള വാതിൽ. ഹല്ലേലൂയ. ആമേൻ. ഒരു ദൈവത്തിന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വിടുതൽ കിട്ടാനുള്ള മുഖാന്തരം എന്ന് പറയുന്നത് ഹല്ലേലൂയ യേശു ക്രിസ്തു എന്ന ഏകൻ എന്ന വ്യക്തിയിലൂടെ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആ മധ്യസ്ഥനിലൂടെ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. മറ്റൊരുത്തിനും രക്ഷയില്ല. ഹല്ലേലൂയ. യേശു എന്ന ഏക മധ്യസ്ഥനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. വാതിൽ തുറന്നിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിനകത്ത് ആമേൻ തന്റെ മിഷണറി യാത്രയ്ക്കകത്താണ് ഈ വചനം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. തന്റെ ജീവിതയാത്രയ്ക്കകത്ത് താൻ അനുഭവിച്ച സകല സമ്പന്നനുമായിരുന്നിട്ടും സകല വിധത്തിൽ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും കുടുംബശ്രേഷ്ഠതകൾ ഒത്തിരി പറയുവാനുണ്ടായിരുന്നതും എല്ലാം മാറ്റിവെച്ചിട്ട് പൗലോസ് ഹല്ലേലൂയ വിളിച്ചു പറയാണ്, എൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാമോ? സുവിശേഷം അറിയിക്കുവാനായിട്ട് ഒരു വാതിൽ എനിക്ക് ദൈവം തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രസിദ്ധമാക്കുവാൻ ഒരു വാതിൽ എനിക്ക് തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൗത്യം അതാണ്. ഹല്ലേലൂയ. നാം ഒക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ വാതിലിന്റെ ഉത്തരവാദിത്തം ചെയ്യാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് ക്രിസ്തു എന്ന നായകനെ കണ്ടെത്തിയത് കൊണ്ട് ആ സാന്നിധ്യത്തിനകത്തൂടെ നടക്കുമ്പോൾ ഹല്ലേലൂയ ആ സാന്നിധ്യം നമ്മളിലൂടെ വെളിപ്പെട്ട് ലോകത്തിൽ ഹല്ലേലൂയ നമ്മളിലൂടെ അനേകരെ ദൈവരാജ്യത്തിലേക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഇതൊരു മിഷണറി ചർച്ചായി മാറാൻ വേണ്ടി ഞാനൊരു മിഷണറിയായി മാറണം. ഹല്ലേലൂയ. നമ്മുടെ ഒരു വിശ്വാസി പറഞ്ഞ ഒരു വാക്ക് എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് കിടമുണ്ട്. ഓരോ അവിശ്വാസിയും ഓരോ മിഷണറി ഫീൽഡാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ആ തലത്തിലേക്ക് കാര്യങ്ങളെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഹല്ലേലൂയ ദൈവം ക്രിസ്തു യേശുവിലൂടെ ആ വാതിൽ നമ്മളെ വിശാലതയിലേക്ക് നയിക്കും. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന വാതിൽ നന്മയുടെ വാതിലാണ്. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന വാതിൽ സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. ആമേൻ. ആ സ്വർഗീയ വാതിൽ ഹല്ലേലൂയ യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനാണെന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10 യേശു പറഞ്ഞു, ഞാൻ തന്റെ വാതിലാകുന്നു. കടന്നാട്ടെ, എവിടേക്ക് കടന്നാട്ടെ? യോഹന്നാന്റെ സുവിശേഷം 10 പറഞ്ഞ വന്നാട്ടെ. ഹല്ലേലൂയ. യെസ്. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. തുനശ്ശകര 9 വാക്യം കൂടെ വായിച്ചേട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 1 അവിടുത്തെ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് 2 വാതിൽ അവിടെ കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ഹല്ലേലൂയ യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ഹല്ലേലൂയ. ഞാൻ വാതിലാകുന്നു. there is a door. ഹല്ലേലൂയ. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുത്തേക്ക് എത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നീ രക്ഷ പ്രാപിക്കണോ? ക്രിസ്തു യേശു എന്ന ഏകന്റെ രക്ഷയിലേക്ക് നീ കടന്നു വന്നാൽ മാത്രമേ വിടുതൽ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. രക്ഷിക്കപ്പെടാൻ അതേ ഉള്ളൂ
ഉള്ളൂ, അതേ ഉള്ളൂ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. വചനം വിളിച്ചു പറയണേ, ആമേൻ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ അകത്തു വന്നാൽ ഒരു വിടുതലാണ്. ക്രിസ്തു അകത്തു വന്നാൽ ഒരു വിടുതലാണ്. ക്രിസ്തു അകത്തു വന്നവന്റെ ഉള്ളിനകത്തൂടെ ഒരു വാതിൽ തുറക്കുകയാണ്. അവന്റെ എതിരാളികൾ ഉണ്ട്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിനകത്ത് എതിരാളികൾ ഉണ്ട്. ജീസസ്, ഹല്ലേലൂയ. സുവിശേഷ ഘോഷണത്തിനകത്ത് എതിരാളികൾ ഉണ്ട്. ആമേൻ. സക്സസ്ഫുൾ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ എതിരാളികളുണ്ട്. നമ്മുടെ ഈ ജഡം തന്നെ നമുക്കൊരു എതിരാളിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദേഹി തന്നെ നമുക്കൊരു എതിരാളിയാണ്. അതിന് ജഡത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടവുമായിട്ട് എതിരാണ്, അല്ലേ? വചനം അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ. ഈ ജഡത്തെ അതിന്റെ രാഗഭോഗങ്ങളോട് കൂടി ക്രൂശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആ വാതിലിൻ്റെതായ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. സ്വർഗീയമായി തുറക്കപ്പെട്ട വാതിൽ അനുഗ്രഹത്തിന്റെ വാതിലാണ്, സ്വർഗത്തിലേക്കുള്ള വാതിലാണ്, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന വാതിലാണ്. അത് അനുഗ്രഹമല്ല, നിത്യത്തിലേക്ക് എത്തിക്കുന്ന വാതിലാണ്. ആ വാതിലിലൂടെയാണ് യേശു എന്ന രേഖ മധ്യസ്ഥയിലൂടെ നമ്മൾ എല്ലാം പ്രാപിച്ചെടുക്കുന്നതും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി കിട്ടുന്നതും ആ വാതിലിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനത്തിനകത്ത് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആട്ടിനുകളുടെ വാതിൽ, ഒന്നാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 10-ാം 1 വാക്യം. യെസ്, ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് എല്ലാ വചനം അറിയാം. ഹല്ലേലൂയ, ആമേൻ. യേശു പറയും, ഞാനൊരു വഴിയായിട്ട് ഇവിടെ ഉണ്ട്, പക്ഷേ ആമേൻ വേറെ വഴി ശത്രു വിതച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വഴി ഏതാന്ന് ചോദിച്ചാൽ അത് കള്ളന്മാരും ദുഷ്ടന്മാരും, അല്ലേ? ഹല്ലേലൂയ. അതിലൂടെ കയറുന്നവർ എവിടെ എത്തുന്നത്? ഹല്ലേലൂയ, കള്ളന്മാരായി മാറും. ഹല്ലേലൂയ, കവർച്ചക്കാരായി മാറും. ഹല്ലേലൂയ, ആമേൻ. ഈ വചനത്തെ ഒത്തിരി പറയുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, യേശു പറയാണ്, ഞാൻ വാതിലായിട്ട് നിൽക്കുമ്പോൾ എന്നിലൂടെ കടന്നു വരുന്നവർക്ക് ഞാൻ വാതിൽ തുറന്നു കൊടുക്കും. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ ദൂതഗണങ്ങൾ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അവർക്ക് കാവൽക്കാരായി നിന്നുകൊണ്ട് ഞാൻ ദൂതഗണങ്ങൾ വാതിൽ തുറന്നു കൊടുക്കും. ഇന്ന് പൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് ക്രിസ്തു യേശുവിലേക്ക് അടുത്തത് നിമിത്തം ഒരു സമാധാനത്തിന്റെ വാതിൽ, ഒരു സ്വസ്ഥതയുടെ വാതിൽ, ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ, ഒരു വിടുതലിന്റെ വാതിൽ ഈ ലോകം തരാത്ത തന്ന് അടുപ്പിച്ച ദൈവ സ്നേഹത്തെ ഓർക്കുമ്പോൾ ദുഷ്ടൻ കയറിയത്, കള്ളൻ കയറിയത് നിന്നെ മോഷ്ടിപ്പാനും മുടിപ്പാനും മറക്കുവാനുമാണെന്ന് വചനം വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം 10-ാം, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ വചനം അവിടേക്ക് പോകുന്നു. ഹല്ലേലൂയ. ദൈവവചനം പറയാണ്, തനിക്കുള്ളവ ആ ശബ്ദം തിരിച്ചറിയും. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ ഓടിച്ചു പോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയാണ്, ഈ വാതിലൂടെ കടക്കുന്നവർക്ക് ആ ശബ്ദം സെൻസ് ചെയ്യാൻ പറ്റും. അത് സെൻസ് ചെയ്യും തോറും നമ്മൾ എന്ത് ചെയ്യും? ആമേൻ. ആ ശബ്ദത്തിനനുസരിച്ച് നമുക്ക് അനുഗമിക്കാൻ പറ്റും. ഹല്ലേലൂയ, ആമേൻ. അനുഗമിക്കാൻ പറ്റുമ്പോൾ അവർ പറയാണ്, അവർ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുകയാണ്. അവർ സ്വസ്ഥത അനുഭവിക്കുകയാണ്. ആമേൻ. ഈ ലോകം നമുക്ക് സ്വസ്ഥത തരാതിരിക്കുമ്പോൾ ആമേൻ അകത്ത് ക്രിസ്തു യേശു മഹത്വത്തിന്റെ പ്രത്യാശ, ക്രിസ്തു അകത്ത് കയറിയവൻ ഉള്ളിനകത്ത് ആമേൻ ഒരു പ്രത്യാശ വരികയാണ്. അവൻ സ്വസ്ഥത അനുഭവിക്കുകയാണ്, അവൻ സമാധാനം കണ്ടെത്തുകയാണ്, അവൻ അനുഗ്രഹം പ്രാപിക്കുകയാണ്. വേറെ വാതിലൂടെ വരുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകിയാൽ അവൻ എന്തിനാ കടന്നു വരുന്നത്? എന്റെ 10-ാം വാക്യത്തിൽ വിളിച്ചു വരുന്നു, അവൻ മോഷ്ടിപ്പാനും മുടിപ്പാനും അറക്കാനും ഉടമരകടകളാലപ. നിന്റെ ജീവിതത്തിനകത്ത് നീ അറിഞ്ഞോ അറിയാതെ അനുവദിച്ച മേഖലക്കകത്തൂടെ ശത്രു അകത്ത് കയറിയെങ്കിൽ അന്ന് നമ്മൾ അറിഞ്ഞില്ല. എങ്ങനെയോ കയറിയപ്പോൾ നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അവൻ ചിലത് അറുത്തു, അവൻ ചിലത് മോഷ്ടിച്ചു, അവൻ ചിലത് നശിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തില്, യേശുക്രിസ്തുവിന്റെ നാമത്തില് ഇന്ന് പൽക്കാലം തിരിച്ചു പിടിക്കാനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ നമ്മിൽ മടങ്ങി. ജീസസ്, ഹല്ലേലൂയ. അകത്ത് കടന്നവൻ മുട്ടിപ്പാൻ വന്നിരിക്കുമ്പോൾ അധികാരം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, ക്രിസ്തു വെളിപ്പെട്ടവനാ ദൈവം അധികാരം കൊടുത്തത്. ഞാൻ കഴിഞ്ഞ ശുശ്രൂഷ പറഞ്ഞല്ലോ, ആമേൻ. ദൈവം പറഞ്ഞു, നിനക്ക് അഴിപ്പാൻ ഞാൻ അധികാരം തരിക, ഭൂമിയിലുള്ള അഴിപ്പാൻ ഞാൻ നിനക്ക് അധികാരം തരുക, മോഷ്ടിക്കാൻ
പിടിച്ചുകൊണ്ടുവരുവാൻ. ഓ, ശത്രു കയറിക്കൊണ്ട് വന്ന് നീ മയങ്ങിക്കിടന്നപ്പോഴോ, നീ ഉറങ്ങിക്കിടന്നപ്പോഴോ, അടകരക ശബ്ദനോ നീ അറിയാതിരുന്നപ്പോഴോ ശത്രു നിന്റെ നന്മ മോഷ്ടിച്ചു കൊണ്ട് പോയെങ്കിൽ, നിന്റെ സമയത്തെ മോഷ്ടിച്ചു കൊണ്ട് പോയെങ്കിൽ, നിന്റെ ആയുസിനെ മോഷ്ടിച്ചു കൊണ്ട് പോയെങ്കിൽ, ഇന്ന് പൽക്കാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവായ യേശുക്രിസ്തു ഏക വാതിലൂടെ അത് തിരിച്ചു പിടിക്കാൻ തയ്യാറാകട്ടെ. ദൈവത്തിന്റെ കൃപയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വാതിലിനകത്തൂടെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. ആമേൻ. പറയുകയാണ്, എന്റെ ആടുകൾ എന്റെ ശബ്ദം തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് വാക്കാൽ നമ്മുടെ ജീവിതത്തിനകത്ത്, അലട്ടലിനകത്ത് നമ്മൾ എത്ര നേരം ആ സാന്നിധ്യത്തിനകത്തൂടെ നടക്കുന്നുവെങ്കിൽ അത്രത്തോളം നമുക്ക് ആ ശബ്ദം തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ ആ സാന്നിധ്യം വിട്ടുപോകുമ്പോഴാണ് ഇവൻ കയറുന്നത്. ഹല്ലേലൂയ. രണ്ടു വാതിൽ നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വചനത്തിനകത്ത് ഭാഗത്ത് പറയുന്നുണ്ട്, ആമേൻ, കർത്താവ് ഹല്ലേലൂയ, ലോകത്തിന്റെ വാൽ വിശാല വാലാണ്. ആമേൻ. ദൈവത്തിന്റെ വാൽ ഇടുക്കോ ഞെരുക്കവും ഉള്ളതാ. അതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. ആമേൻ. ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഇടുക്കോ ഞെരുക്കവും ഉണ്ടെങ്കിലും ഒരു ദൈവം കരം പിടിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ട്. ആമേൻ. വിശാല വാതിലല്ല എനിക്ക് ആവശ്യം. ഇടുക്കോ ഞെരുക്കം ഉള്ളതാണെങ്കിലും എന്റെ അപ്പന്റെ കരം പിടിച്ച് നടക്കുന്ന വാതിലാണ് എനിക്ക് ആവശ്യം. പരിശുദ്ധാത്മാവ് നമ്മളെ ആ വാതിലൂടെ നിരന്തരം നടക്കുവാനിടയാകട്ടെ. ആ നിരന്തരം ആ വാതിലൂടെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ശബ്ദം നമ്മൾ തിരിച്ചറിയുന്നു. ആ ശബ്ദം നമുക്ക് ആലോചന പറഞ്ഞു തരുന്നു. ആ ശബ്ദം നമ്മളെ മേച്ചിൽപ്പുറങ്ങളെ കണ്ടെത്താൻ ഇടയാക്കുന്നു. ആമേൻ. ആ ശബ്ദം നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ പ്രൊവൈഡ് ചെയ്യാണ്. ആ ശബ്ദം നിന്റെ കാലിടറാൻ അനുവദിക്കത്തില്ല. ആ ശബ്ദം ലോകത്തിന്റെ മുമ്പിൽ നിന്നെ ആശയമാക്കാൻ അനുവദിക്കത്തില്ല. ക്രിസ്തു യേശു ഏകനിലൂടെ ദൈവം നമുക്ക് തുറക്കപ്പെടുന്ന വാതിൽ, ആമേൻ, സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. അത് നിത്യതയിലേക്ക് എത്തിക്കുന്ന വാതിലാണ്. ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒരു വാതിലല്ല. ആമേൻ. ദൈവം നമ്മളെ നിത്യതയിൽ എത്തിക്കുന്ന വാതിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ വാതിലൂടെ പോകേണ്ടത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഉള്ളി മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു അകത്തു വന്നത് ഈ വാതിൽ ഉപദേശിച്ചു തരാൻ വേണ്ടിയാ. ഈ വാതിലൂടെ നീ നടക്കാൻ വേണ്ടിയാ. ഈ ശബ്ദം കേട്ടനുസരിച്ച് നടക്കാൻ വേണ്ടിയാ. ആമേൻ. ഈ ശബ്ദം കേട്ടനുസരിച്ച് നടക്കുമ്പോൾ ആമേൻ, പാഴായതൊന്നും നിന്നെ കായ്ക്കാൻ സ്വർഗം അനുവദിക്കത്തില്ല. നീ ഫലം കായ്ച്ചുകൊണ്ടേ ഇരിക്കും. അടുത്തൊരു വാതിലേക്ക് നമുക്ക് കടന്നെല്ലാം. പ്രത്യാശയുടെ വാതിലാണ് ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹോശിയ പ്രവചനം അതിന്റെ 2-ാം അധ്യായം 14-15. ഹോശിയ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 14-15. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവന കാലത്തിൽ എന്ന പോലെയും. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. ആമേൻ. ജീവിതത്തിനകത്ത് ഇതൊരു മരുഭൂമിയാണ് നാം ആയിരിക്കുന്നത്. ജീവിതത്തിനകത്തെ പ്രശ്നങ്ങളും ഒരു മരുഭൂമിയാണ്. കഷ്ടതകൾ ഒരു മരുഭൂമിയായിരുന്നു. ആമേൻ. ഇവിടെ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട്, ആമേൻ, കഷ്ടതയുടെ ആഴത്തിലൂടെ നമുക്ക് കടന്നു പോയത് ദൈവം നമ്മളെ വശീകരിക്കുന്ന ഒരു മേഖലകളായിരുന്നു. ആമേൻ. ദൈവം നമ്മളെ കർത്താവിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്ന മേഖലകളാണ്. എന്തിനാ? സ്നേഹം. നമ്മൾ മുമ്പേ കേട്ടതുപോലെ ദൈവസ്നേഹം കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വചനം പറയാണ്, ഞാൻ അവളെ വശീകരിച്ചു മരുഭൂമി കൊണ്ടുപോയിട്ട് അവളോട് ഹൃദ്യമായി സംസാരിക്കും. നീ ശബ്ദം കേൾക്കാതെ നടന്നൊരു കാലഘട്ടം, നീ അനുസരിക്കാതെ നടന്നൊരു കാലഘട്ടം, നീ ലോകത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ചൊരു കാലഘട്ടം, ആമേൻ, നീ കള്ളനും കവർച്ചക്കാരനും അനുവദിച്ച് നടന്നൊരു കാലഘട്ടം, ആമേൻ, അവിടെ നിന്ന് നിന്നെ സ്നേഹിക്കുന്ന ദൈവം കാലമുന്നത്തിന് മുമ്പേ നിന്നെ കണ്ടതുകൊണ്ട്, സ്വർഗത്തിലെ ദൈവം തന്റെ മുൻ നിർണയത്തിനകത്ത്, ആമേൻ, നമ്മെ കണ്ടതുകൊണ്ട് ദൈവം നമ്മളെ ഒരു മരുഭൂമിക്കകത്തൂടെ വിട്ടു. ഇന്ന് കർത്താവ് എന്നെ ആ മരുഭൂമിക്കകത്തൂടെ വിട്ടത് എന്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്താൻ ഇടയായെന്നുള്ളൊരു നന്ദിയോട് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. എന്റെ മരുഭൂമിയെ മലർവാടിയാക്കി തീർക്കാൻ കഴിവുള്ളവരാണ് എന്റെ കരം പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അന്നലത്തെ മരുഭൂമി എനിക്ക് ഇന്നത്തെ ആനന്ദമാണ്.
പറയുകയാണ്, ഇന്നലത്തെ മരുഭൂമി ഇന്നെ സ്വസ്ഥതയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്, എന്നെ നീതിമതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മരുഭൂമിയെ മലർവാടിയാക്കാൻ കഴിവുള്ളവൻ സാക്ഷാൽ ദൈവമായവൻ നിന്റെ അകത്തിരിക്കുമ്പോൾ വചനം പറയാണ്, ഹല്ലേലൂയ, ഞാൻ അവർക്ക് ഹല്ലേലൂയ മുന്തിരി തോട്ടങ്ങളെ കൊടുക്കും. ഹല്ലേലൂയ. നമ്മൾ മുമ്പേ അത്തിയുടെ കാര്യത്തെ കേട്ടു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് മുന്തിരി തോട്ടത്തെ കുറിച്ച് പറയാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം പറയാണ്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിനകത്ത് ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. എടുക്കുന്നില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യെശയ്യാ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രിയതമന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി. വശീകരിച്ചു കൊണ്ടുവന്ന എന്ത് ചെയ്തറിയാമോ? മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയാണ്. ആ മുന്തിരിത്തോട്ടത്തിനകത്തുനിന്ന് ആമെ കല്ലെല്ലാം പറക്കിക്കളയും. അടകരക ശബ്ദന വൈഡരാലബ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. വേലികെട്ടും. ഇന്ന് പൽക്കാലം സ്വർഗത്തിലെ ദൈവം നിന്നെ വേലികെട്ടി. നിന്നെ വേലികെട്ടി നിന്റെ ലൈഫിനകത്തെ കല്ലുകളെ പറക്കിക്കളഞ്ഞ് മോഷ്ടിക്കാനും മുടിക്കാനും കയറിവൻ ഇട്ടേച്ചു പോയതിനെ എല്ലാം പറക്കിക്കളഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ ഒരു മുന്തിരിത്തോട്ടമാക്കി ഞാൻ നിന്നെ മാറ്റുകയാണ്. മുന്തിരിത്തോട്ടം എന്തിനാണ്? അത് ആ സ്വാദ് തരുന്നതാണ്, അത് വിശേഷമേറിയതാണ്, അത് ഭോജന യോഗ്യമാണ്, അത് നമ്മൾ ലഹരി തരുന്നതാണ്, അത് നമുക്ക് സമാധാനം തരുന്നതാണ്, അത് ദീർഘായുസ് പോലെ കിടക്കുന്നതാണ്. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. നീ ഒരു മുന്തിരിവള്ളി പോലെയാണ് ക്രിസ്തീയ ജീവിതത്തിനകത്ത് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു മുന്തിരിത്തോട്ടത്തിനകത്തേക്ക് ദൈവം കൊണ്ടുവന്നിട്ട് അതിന്റെ ഫലം കായ്ക്കും, ഫലം അനുഭവിപ്പാൻ ആക്കി തീർക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്നലകളെ കഷ്ടതകൾക്കകത്ത് കുടുങ്ങിപ്പോയപ്പോൾ എത്രയോ പേര് ഈ ഭൂമിക്ക് ഉണ്ടായിരുന്നുണ്ടല്ല. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ നമ്മളെ ഞെരുക്കിയില്ലേ? മരുഭൂമികൾ നമ്മൾ ഞെരുക്കിയില്ലേ? എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് ഏതോ ഒരു സ്നേഹം. പിതാവ് നമ്മളെ റാൻഡമിലെയോ തന്റെ പൂണിക്കകത്ത് എവിടെയോ സെലക്ട് ചെയ്തതുകൊണ്ട് ആ പ്രതിസന്ധി നമ്മളെ മുങ്ങിക്കളയാതെ ദൈവം അവിടെ നമ്മളെ വശീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ദൈവത്തിന്റെ സ്നേഹം നമ്മളെ ചേർത്ത് പിടിക്കുകയായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ. ദൈവം പറയാ, അതുകൊണ്ട് ഞാൻ നിർന്നില്ല, ഞാൻ ചില പദ്ധതി അവിടെ ഇടാൻ പോവുകയാണ്. മുന്തിരിത്തോട്ടങ്ങളെ കൊടുക്കാൻ പോവുകയാണ്. സമാധാനം കൊടുക്കുന്ന, നീണ്ടു നിൽക്കുന്ന, ഫലം കായ്ക്കുന്ന, സ്വാദ് തരുന്ന വിശിഷ്ടമായത് ഞാൻ അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. സഭയെ ഹല്ലേലൂയ സ്ത്രീയോട് ഉപമിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് തുടക്കമായിരിക്കാം, ക്രിസ്തീയ ജീവിതത്തിനകത്ത് മരുഭൂമി ആയിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. സ്വർഗത്തിലെ ദൈവം ഇന്ന് പൽക്കാലം നിന്നെ വശീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുള്ളത് സ്വർഗം സംസാരിക്കുകയാണ്. എന്റെ പൂണിക്കകത്ത് ഞാൻ നിന്നെ ഒളിപ്പിക്കാൻ പോവുകയാണെന്ന് സ്വർഗം സംസാരിക്കുകയാണ്. നിന്നെ നിന്റെ തലമുറയെ കുറിച്ച് എനിക്ക് ഉദ്ദേശമുണ്ട്. നീ അറിയാത്തതും അഗോചരമായ വഴിയിലൂടെ ദൈവം നടത്താൻ പോവുകയാണ്. നീ അറിയാത്തതും അഗോചരമായ വഴിയിലൂടെ സ്വർഗം നിന്നെ നടത്താൻ പോവുകയാണ്. നിന്നെ മാത്രമല്ല, നിന്റെ തലമുറയെ നടത്താൻ പോവുകയാണ്, നിന്റെ കുടുംബത്തെ നടത്താൻ പോവുകയാണ്, നിന്റെ സഭയെ നടത്താൻ പോവുകയാണ്. ഇന്ന് പൽക്കാലം മരുഭൂമിയെ മലർവാടിയാക്കുന്നു. Jesus, 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 Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്തിരിത്തോട്ടങ്ങളെ കൊടുക്കും, പ്രത്യാശയുടെ താഴ്വരയായ ആഖോർ താഴ്വരയെ കൊടുക്കും. നമുക്ക് യോശുവയുടെ പ്രവചനത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ അവസാന വാക്യം. ഹല്ലേലൂയ. 24-25 തോന്നുന്നു. ഹല്ലേലൂയ.
യെസ്. ഹല്ലേലൂയ. യെസ്. ഹല്ലേലൂയ. ആമേൻ. യെസ്. ആമേൻ. ഒരു മിനിറ്റ് മോളെ, ഒരു മിനിറ്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുമായിട്ട് യോശുവ തന്റെ പ്രയാണം കടന്നു പോകുമ്പോൾ അവരുടെ ഇടയ്ക്കകത്ത് ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ പ്രവൃത്തിയും വെളിപ്പെടുന്നതിന് തടസ്സമായി ചില ശാപ വസ്തുക്കൾ അവരുടെ ഇടയിൽ ഇരിക്കുകയാണ്. ആമേൻ. ദൈവം അവരോട് പറഞ്ഞു, ഈ ശാപ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ അനുസരിച്ച് ശാപവസ്തുക്കൾ നീക്കാനായിട്ട് അവർ പുറപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. പുറപ്പാടുകളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, അവരുടെ ഇടയിലുണ്ടായി, ഞാൻ പെട്ടെന്ന് ഓടിച്ചു, നിങ്ങൾ പോയി വീട്ടിൽ വായിച്ചാൽ മതി. ഹല്ലേലൂയ. അവരുടെ ഇടയിൽ ഒരു വ്യക്തിയായിരുന്നു ആഖാർ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി, ദൈവത്തിന്റെ ആലോചന, അഭിഷക്തന്റെ ആലോചനയ്ക്ക് വിരോധമായി താൻ ആമേൻ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞതിനെ, ഹല്ലേലൂയ, ചില വിഗ്രഹാൽപിതമായതിനെ താൻ മോഹിച്ച് അതിനെ പിടിച്ച് തന്റെ കൂടാരത്തിന്റെ നടുഭാഗത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. ദൈവപ്രസാദം ഇടങ്ങുന്നില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നത് ഇന്ന് പൽക്കാലം പൊട്ടിമാറണം. ദൈവത്തിന് ഹിതമില്ലാത്ത ശാപവസ്തു നിന്നിലോ നിന്റെ കുടുംബത്തിനകത്തോ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തുരുത്തി എറിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 13-ാം വാക്യം, 7-ാം അധ്യായം 13-ാം വാക്യം. യെസ്. യെസ്. ആമേൻ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ വചനം വിളിച്ചു പറയുക. ചില ശാപങ്ങൾ നിന്നെ പിന്തുടരുന്നുവെങ്കിൽ ആമേൻ, ശത്രു നിന്നെ നിഗ്രഹിച്ചുകൊണ്ടിരിക്കും, ശത്രു നിന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ആമേൻ. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയാ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങളുടെ നടുവിൽ ഒരു ശാപമുണ്ട്. ഇത് പൽക്കാലം ഞാൻ വ്യക്തിപരമായി വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഏറ്റെടുക്കേണ്ടവർ വ്യക്തിപരമായി ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നാളെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ശാപം നിങ്ങളുടെ ഇടയിൽ നീങ്ങണമെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ചില നീക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വിഗ്രഹാരാധന ആമേൻ വെച്ചുകൊണ്ട് നടക്കുന്നതും, ആമേൻ, ആഭിചാര ശക്തികളെ കൊണ്ട് നടക്കുന്നതും, ഹല്ലേലൂയ, എന്തുമാണെങ്കിലും ഹല്ലേലൂയ, അത് വിഗ്രഹമാണ്, അത് ദൈവത്തിന്റെ ശാപമാണ്. അത് നമ്മളോട് പരിശുദ്ധാത്മാവ് നീക്കണമെന്ന് പറഞ്ഞാൽ നാം നീക്കിയേ മതിയാകത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ നീക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അവൻ ഈ ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. ഇത് നീക്കാത്തോടത്തോളം ശത്രു നിന്റെ മേൽ വാദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ യേശുവിന്റെ നാമത്തിൽ എവിടെയാണോ നീക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ വിടുതൽ വെളിപ്പെടുകയാണ്. ശത്രുവിന്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ, യുദ്ധത്തിന് ജയിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ പേടിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പൽക്കാലം നീക്കേണ്ടത് നീക്കണം, വിടേണ്ടത് വിടണം. നീ സാക്ഷാൽ ഇസ്രായേലാണെന്നുള്ള ബോധ്യത്തിൽ നടക്കണം. ഇത് നമുക്ക് വേണ്ടിയല്ല, സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടിയാ. ദൈവപ്രസാദം നടക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, എല്ലാവരും നീക്കി. പക്ഷേ ഒരുത്തൻ അതിനകത്തുനിന്ന് മോഷ്ടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ യോശുവ ഒരു തീരുമാനമെടുത്തു, ഇത് മോഷ്ടിച്ച് ആരാണെങ്കിലും അവനെ കല്ലെറിഞ്ഞ് ചീലിട്ട് ചുട്ടുകളയണം. അതിന്റെ 15-ാം വാക്യം അങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. 15-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. യെസ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് അന്നൊക്കെ ഭയങ്കര തീയായിട്ടാണ് ദൈവം വെളിപ്പെടുന്നത്. അന്നൊക്കെ ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ കോപം ഭയങ്കരമാ, നിയമം ഭയങ്കരമാ. ഇന്ന് നമ്മുടെ ദൈവം എത്ര കൃപായുഗത്തിലാണ് നാം വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. അന്ന് അവരോട് പറയാണ്, ശാപവസ്തു നീക്കാത്തവനെ തീയിലിട്ട് ചുട്ടുകളയണമെന്ന്. അത് ചെയ്യേണ്ടതായിട്ട് വന്നു യോശുവയ്ക്ക്. ആമേൻ. അതാണ് അടുത്ത വാക്യത്തിൽ 25 ഞാൻ ഓടിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവിടെയാണ് പറഞ്ഞത്, അവന്റെ മേൽ അവർക്ക് ഒരു കയർക്കുന്നുണ്ടാക്കി. ഹല്ലേലൂയ. അതിന്റെ 25-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. യെസ്. നീ ഞങ്ങളെ വലച്ചത് എന്തിനാ?
ഹല്ലേലൂയ. ആഹാറിനോട് ചോദിക്കുക, നീ ഞങ്ങളെ വലച്ചത് എന്തിനാ? ഒരു ജനം പ്രിപ്പയർ ചെയ്യുക വിശുദ്ധിക്ക് വേണ്ടി, സാന്നിധ്യം ഇറങ്ങാൻ വേണ്ടി. ഇതിന്റെ നടുവിൽ ശാപവസ്തുവുമായിട്ട് ഒരുത്തൻ കയറിയിരിക്കുക. അവന് മോഹം, അവന് ആക്കാർ പറയുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ മോഹിച്ചു പോയി വിഗ്രഹാർപ്പിതം എടുത്തുപോയി. ഈ ജഡം നമ്മളെ പലതിലേക്കും തള്ളിയിടുന്ന മേഖലകൾ ഉണ്ടെന്ന് ദൈവത്തിന്റെ പേരിൽ തിരിച്ചറിയണം. ഈ മോഹം നമ്മളെ ദൈവഹിതമില്ലാത്ത വഴിയിലൂടെ നടത്താൻ ഇടയാകും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ മോഹിച്ചത് കൊണ്ട് ഞാനിത് എടുക്ക മാത്രമല്ല, എന്റെ ഭവനത്തിൽ കൊണ്ട് കുഴിച്ചിട്ട് ആമൻ. ജനത്തിനകത്ത് എല്ലാത്തിനും ഒരെണ്ണം ഉണ്ടെങ്കിൽ പരിശുദ്ധ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആത്മമണ്ഡലത്തിനകത്ത് യുദ്ധം ചെയ്യാൻ റെഡിയാകട്ടെ. ഹല്ലേലൂയ. ശത്രുവിനെ നിഗ്രഹിക്കാൻ ഒരു അഭിഷേകം നിന്റെ മേൽ വരണമെന്നുണ്ടെങ്കിൽ തിരിഹിതം എല്ലാം നിന്റെ ലൈഫിനകത്തുനിന്ന് മാറ്റിക്കളഞ്ഞ നീ വിശുദ്ധനാകൊണ്ട്, ദൈവം വിശുദ്ധനായതുകൊണ്ടും നിന്റെ കൂടെ നിൽക്കാൻ ദൈവം റെഡിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധരോടുകൂടി വസിക്കുന്ന ദൈവ സാന്നിധ്യം അന്ന് അങ്ങനെയായിരുന്നെങ്കിൽ എന്റെ പരിശുദ്ധാത്മാവ് ദൈവം അതിനെക്കാട്ടി വിശുദ്ധനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചെയ്തിട്ട് വരികയാണ്. ഹല്ലേലൂയ. അവരെ കല്ലെറിഞ്ഞ് ചോടണം. ഹല്ലേലൂയ. അങ്ങനെ അവരെന്തു ചെയ്തു? അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് അടുത്ത വാക്ക് ഇങ്ങനെ വിട്ടു പറയുന്നു, അങ്ങനെ ദൈവത്തിന്റെ ഉഗ്ര കോപം അവരെ വിട്ടുമാറി. ആ താഴ്വരയ്ക്ക് അവർ പേരിട്ടു താഴ്വര. ദൈവത്തിന്റെ ഉഗ്രകോപം, ശത്രു നിന്റെ ജീവിതത്തിനകത്ത് പിന്തുടരുന്ന ശാപത്തിന്റെ ഉഗ്രകോപം. നിന്നെ വശീകരിച്ചു കൊണ്ടൊരു ദൈവം പറയുക, ഞാൻ നിനക്ക് മുന്തിരിത്തോട്ടങ്ങളെയും ആക്കോർ താഴ്വരകളെ നടും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്നെ നശിപ്പിച്ച വിഗ്രഹാർപ്പിതം കൊണ്ട് നിന്നെ പിന്തുടരുന്ന ദൈവത്തിന്റെ കോപം നീങ്ങിയ ഒരു സ്ഥലം. ഇന്ന് പാൽക്കാലം ശത്രുവിനെ നിഗ്രഹിക്കാൻ ഒരു അഭിഷേകം വ്യാപരിക്കുന്ന താഴം. ജീസസ്, ഹല്ലേലൂയ. അതിന്റെ ആഴം നിങ്ങൾ മനസ്സിലായോ? ശത്രുവിനെ നിഗ്രഹിക്കുകയാണ്, ദൈവത്തിന്റെ ഗുരുകോപം വിട്ടുമാറുകയാണ്. അങ്ങനെ ഒരു സ്ഥലം ഞാൻ നിനക്ക് തരാൻ പോകുകയാണ്. അങ്ങനെ വരുന്ന ഒരു വ്യക്തിയോട് ദൈവം പറയാ, നീ യുദ്ധത്തിൽ പരാജയപ്പെടുത്തില്ല, നീ യുദ്ധത്തിൽ പരാജയപ്പെടുത്തില്ല. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ജീസസ്, ഹല്ലേലൂയ. നീ യുദ്ധത്തിൽ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ശത്രുവിനെ ജയിക്കുന്ന ഒരു അമ്പ് ദൈവം തന്നിട്ടുണ്ട്. അത് നിന്റെ ആദരങ്ങൾക്കകത്തുണ്ട്. അന്യഭാഷ അട്ടയാളത്തോട് പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ പുതിയ നിയമ വിശ്വാസിയെ നിന്റെ മേൽ അധികാരം ദൈവം തന്നിട്ടുണ്ട്. നീ യുദ്ധക്കളത്തിൽ നിന്റെ കൈകളെയും പോരിന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ദൈവശക്തി അസാധാരണമായി ചെയ്തെടുക്കുവാൻ നിന്നെക്കൊണ്ട് യുദ്ധം ചെയ്യാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില്. നീ ക്ഷീണിതനാണോ? നീ യുദ്ധത്തിൽ പരാജിതനാണോ? ഇന്ന് പാൽക്കാലം ആ ചരിത്രം മാറട്ടെ. ഇന്ന് പാൽക്കാലം ആ ചരിത്രം മാറട്ടെ. യേശുവിന്റെ നാമത്തില് ഉഗ്രഹം വിട്ടുമാറുന്ന നിമിഷങ്ങളാവട്ടെ. വഴിതെറ്റിച്ചവൻ വിട്ടുമാറട്ടെ, വഴിതെറ്റിച്ചവൻ വിട്ടുമാറട്ടെ, ശാപം വിട്ടുമാറട്ടെ, സഭയുടെ ജനത്തിന് ശാപം വിട്ടുമാറട്ടെ. ആത്മപണത്തിൽ യുദ്ധം ചെയ്തു. ഇസ്രായേൽ ഫലിക്കയില്ല, ശാപത്തിന്റെ മേൽ ഏക്കാത്ത രീതിയിൽ ഇത് ശുദ്ധീകരണം നടക്കുകയാണ്. ജീസസ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തില് നീ അസാധാരണ ഒരു വ്യക്തിയായി മാറാൻ പോകുകയാണ്. നിന്റെ മരുഭൂമിയെ മലർവാടിയാക്കാൻ കഴിവുള്ളവൻ, നിന്നെ വശീകരിച്ചു കൊണ്ടുവന്നവൻ, നിന്നോട് കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. ദാനങ്ങൾ നൽകിയാണ്. മുന്തിരിത്തോട്ടങ്ങളെയും ആക്കാർ താഴ്വരകളെയും നീ ജയിക്കത്തില്ലെന്ന് പറഞ്ഞിടത്ത് ജയിക്കാൻ ഒരു അഭിഷേകം. ഹല്ലേലൂയ. നീ പരാജയം എന്ന് പറഞ്ഞ് മുട്ടുകുത്തിയെടുത്ത് ഇന്ന് പൽക്കാലം ദൈവം നിന്നെ ജയിപ്പിക്കുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തില്, യേശുക്രിസ്തുവിന്റെ നാമത്തില്, യേശുക്രിസ്തുവിന്റെ നാമത്തില്. അതിന്റെ 18 ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ദൈവം പറയാ, ഞാനല്ലേ 17 18 വായിച്ചാട്ടെ. ഹോശേയ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 17 18. യെസ്, യെസ്, ആമേൻ. യെസ്, യെസ്, യെസ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം വശീകരിച്ചു വേർതിരിക്കുന്നവനോട് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം ഒന്ന് നോക്കിയേ. അവന് മുന്തിരിത്തോട്ടങ്ങളെ കൊടുക്കുകയാണ്, ആഘാർ താഴ്വരകളെ കൊടുക്കുകയാണ്. അതിനുശേഷം ബാൽ വിഗ്രഹങ്ങളുടെ എല്ലാത്തിനെയും നിന്റെ നടുവിൽ നിന്ന് ദൈവം നീക്കിക്കളഞ്ഞ് ഇനി ഒന്നും നിന്റെ ജീവിതത്തിനകത്ത് പേർ പറഞ്ഞു വരാത്ത രീതിയിൽ ദൈവം നിയമം കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം വചനം വിളിച്ചു പറയാണ്, ഞാൻ കാട്ടിലെ മൃഗങ്ങളോടും ആമേൻ ഹല്ലേലൂയ ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും നിയമം കൽപ്പിക്കും, ഇവനെ തുടരുത്, ഇവളെ തുടരുത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ദൈവം കൽപ്പിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. ആമേൻ. സാന്നിധ്യമുള്ള ദൈവത്തിന്റെ പൈതലെ, ഭൂമിയിൽ എന്ത് സഞ്ചരിച്ചാലും എന്തുണ്ടെങ്കിലും ഇത് നിന്റെ കുടുംബത്തിലോ കേറാതെ വേണം, ഒരു ബാധ നിന്റെ കൂടാരത്തിനകത്ത് അടുക്കാതെ വേണം. യേശുവിന്റെ രക്തം ഹല്ലേലൂയ നിന്നെ ശുദ്ധീകരിച്ച് മാറ്റുകയാണ്. അതിന്റെ 19-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിന്നെ സദാകാലത്തേക്കും വിവാഹത്തിന് നിശ്ചയം. യെസ്, യെസ്. ഹല്ലേലൂയ. ദൈവം നമ്മളുമായിട്ടൊരു വിവാഹ നിശ്ചയം ചെയ്തിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നീ ഒരു വിവാഹ നിശ്ചയത്തില. വിവാഹം നടന്നിട്ടില്ല, അത് മധ്യാകാശത്ത് നടക്കും. അതിനായിട്ടാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതിനായിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ വിവാഹ നിശ്ചയത്തിനകത്ത് ദൈവം പറയാം, സദാകാലത്തേക്കും. ഹല്ലേലൂയ. അതിവിടം കൊണ്ട് നിൽക്കുന്നതല്ല, ഫോർ ലോങ് 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 ലോങ്. ആമേൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്റെ പിതാവാണ്, ഞാൻ നിന്റെ രക്ഷകനാണെന്ന് പറഞ്ഞ് കരം പിടിച്ചിരിക്കാൻ പറയുക. ഞാനും നീ തമ്മിലൊരു ഉടമ്പടിയില്ല. ഞാനും നീ നമ്മളൊരു വിവാഹം നിശ്ചയിച്ചൊരു എൻഗേജ്മെന്റിലാണ് നടക്കുന്നത്. ആ എൻഗേജ്മെന്റിനകത്തുനിന്ന് നിന്നെ ഒരുക്കുന്നതാണ് എന്റെ പരിശുദ്ധാത്മാവിന്റെ ജോലി. അവൻ ആ വിവാഹം നിശ്ചയിച്ച് വീണ്ടും പറയുക, ഞാൻ നിന്നെ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, വിശ്വസ്തയോടെ അല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിനക്ക് വിവാഹം നിശ്ചയം. ഹല്ലേലൂയ. ഞാൻ വിശ്വസ്തയോടെ നിന്നെ. ഹല്ലേലൂയ. ദൈവം വാക്ക് പറയാൻ മാറ്റം ദൈവമല്ല. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നീ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നീ വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവം പറയുക, ഞാൻ നിന്നെ നിശ്ചയമായിട്ടൊരു വിവാഹ നിശ്ചയം ചെയ്തിട്ടുണ്ട്. ആമേൻ. ഞാൻ വാക്ക് മാറ്റി പറയത്തില്ല. ആരെല്ലാം അവിശ്വസ്തരായി തീർന്നാലും ഞാൻ വിശ്വസ്തനായി പാർക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. പറയും, ഞാൻ വിശ്വസ്തയോട് എനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കാൽ നീ യഹോവയെ അറിയും. ഹല്ലേലൂയ. അന്നാള് നീ മുഖം വാടത്തില്ല, അന്നാള് നിന്റെ മുഖം യോജിക്കത്തില്ല. ജീവപുസ്തകത്തിന്റെ പേരെഴുതപ്പെട്ട നീ ഒരു നാൾ ലജ്ജിപ്പത് അനുവദിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഇതാ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വാതിൽ, പ്രത്യാശയുടെ വാതിൽ. അത് ആമേൻ നീണ്ടു നിൽക്കുന്ന വാതിലാണ്. ഹല്ലേലൂയ. ഈ പ്രത്യാശ തരുന്ന വചനമാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കൊലോസ്യ ലേഖനം 2:27 പറഞ്ഞേ, അത് മർമ്മം ദൈവത്തിന് 27 പറയുന്നത്. ഹല്ലേലൂയ. ആ മർമ്മം അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. There is a time, God. Hallelujah. ആ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിൽ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മർമ്മം നീ തിരിച്ചറിഞ്ഞ നാൾ മുതൽ നീ അസാധാരണമായ നീ ഒരു ക്രിസ്തുവാ. നീ നടക്കുമ്പോ ഒരു ക്രിസ്തുവാ. ആ ക്രിസ്തു അകത്താണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, പ്രത്യാശയോടെ നടത്തുന്ന ഒരു ദൈവം. ഈ ലോകത്തിൽ അനേകർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർ നിരാശയിലേക്ക് പോകുന്നു. അവർ മറ്റു മാർഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിനക്കൊരു പ്രത്യാശയുണ്ട്, എനിക്ക് എല്ലാം ദൈവം തരും.
മുന്തിരിത്തോട്ടങ്ങളെ ദൈവം തരും. എനിക്ക് ആഗോർ താഴ്വര ഈ ലോകത്ത് ജയിക്കാൻ ദൈവം തരും. ആമേൻ. എൻ്റെ മുമ്പിൽ നിന്ന് ബാൽ വിഗ്രഹങ്ങളെ നീക്കിക്കളയും. ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റിട്ട് പക്ഷികളോട് സംസാരിക്കും. ദൈവം എനിക്ക് വേണ്ടി കാട്ടുമൃഗങ്ങളോട് സംസാരിക്കും. ആഹാരത്തിന് വേണ്ടി തുടരുന്ന ഭൂമിയിൽ എഴുതുന്ന ജന്തുക്കളോട് ദൈവം സംസാരിക്കും. നിന്നെ വേർതിരിച്ചിരിക്കുന്നുവെന്ന് സകല മനുഷ്യന് കാണേണ്ടതിന് നന്മയ്ക്കായി ദൈവം ചിലത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ ജനത്തിനോടൊപ്പം ദൈവം വസിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്, ഞാൻ ഒരു നാളും കൈവിടുകയില്ല. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഇടറി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ മടങ്ങി വരിക. ആ വാദലായവിലേക്ക് മടങ്ങി വരിക. ക്രിസ്തു യേശുവിലേക്ക് മടങ്ങി വരിക. അവനിലൂടെ അല്ലാതെ ജീവനൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. നിന്റെ ദുഷ്ടൻ ഡൈവേർട്ട് ചെയ്യുന്നെങ്കിൽ, ചിന്തകളിലൂടെ ഡൈവേർട്ട് ചെയ്യുന്നെങ്കിൽ, ആരെങ്കിലൂടെ ആഖാനെ പോലെ ആരെങ്കിലൂടെ നിന്നെ ഡൈവേർട്ട് ചെയ്ത് നിന്റെ ജീവിതത്തിനകത്ത് ശാപം കൊണ്ടിടാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ ബന്ധങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് യഥാർത്ഥമായി യേശു ക്രിസ്തു എന്ന ദൈവവചനത്തിന്റെ ശക്തിത്താൽ നീ മാനസാന്തരപ്പെട്ട് തിരിയട്ടെ. ഇന്ന് പൽക്കാലം യൂട്ടേൺ തിരിയുന്ന പോലെ തിരിയാൻ ഒരു അഭിഷേകത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളോട് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവം നമുക്കെല്ലാം തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാമൻ പറഞ്ഞാട്ടെ. എൻ്റെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ദൈവം എനിക്ക് തരും. അതുകൊണ്ട് എന്നെ കർത്താവിനെ കൈവിടത്തില്ല. ഹല്ലേലൂയ. പ്രത്യാശ തന്നെ നിരന്തോറും നടത്തും. ഇന്നത്തെ കഷ്ടത എനിക്കൊരു കഷ്ടതയല്ല. ഇന്നത്തെ നിലവിളി എനിക്കൊരു നിലവിളിയല്ല. ഇന്നത്തെ മുറവിളി എനിക്കൊരു മുറവിളിയല്ല. പറ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ക്ഷീണം എനിക്കൊരു ക്ഷീണമല്ല. തേജസ്സിന്റെ വസ്ത്രം ഞാൻ ധരിക്കും. ഹല്ലേലൂയ. എന്നെ രക്ഷ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ ഏറ്റവും വലുത് പ്രത്യാശയാണ്. അവൻ കഷ്ടതയിലും പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കും. അവൻ റിജോയ്സോട് പാടാൻ കയറുമ്പോൾ പറഞ്ഞല്ലോ പ്രത്യാശ എന്ന്. ഹല്ലേലൂയ. എത്ര കണക്ട് ആയിട്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ കാലം പ്രത്യാശയില്ലാത്ത ദൈവത്തിന്റെ പേരിലെ നീ കർത്താവിലേക്ക് മടങ്ങ്. ഈ കഷ്ടതയ്ക്കകത്ത് നിന്നെ പ്രത്യാശയിലേക്ക് ദൈവം ചോർത്ത് പിടിക്കാനാ ഇന്ന് പാൽക്കാലം ഈ വചനം നിന്റെ മേൽ അയക്കുന്നത്. യേശുവിന്റെ നാമത്തില് മടുത്തു കിടക്കുന്ന നിരാശയടിഞ്ഞിരിക്കുന്ന ആത്മീക ജീവിതത്തിനകത്ത് മടുപ്പ് വന്നിരിക്കുന്ന എല്ലാ മേഖലക്കകത്തൊന്നും യേശുവിന്റെ നാമത്തിൽ തിരിയട്ടെ. നാം തിരിഞ്ഞില്ലെങ്കിൽ സ്വർഗം നമ്മളോട് കണക്ക് ചോദിക്കും. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളോടൊക്കെ ഇടപെടും. ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. മനം തരംപ്പെട്ട് ഹല്ലേലൂയ. പിന്നെ മയങ്ങി കിടക്കുമ്പോൾ ദൈവമക്കളെ അറിഞ്ഞും അറിയാതെയൊക്കെ ശത്രുവായും കയറും. അവൻ കയറുന്നത് എന്തിനാണെന്ന് വചനത്തിനകത്ത് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മോഷ്ടിപ്പനും മുറുക്കാനും അടുപ്പാനും ഹല്ലേലൂയ കൊള്ളനാശം ചെയ്യാനും ഒക്കെ കയറി വരുന്നത്. പക്ഷെ നീ സാന്തത്തോട് ചേർന്ന് നടന്നു കഴിഞ്ഞാൽ ദൈവം നിന്നോട് കൂടെ നടക്കുകയും നേരായ വഴി നടത്തിയും എൻ്റെ ആടുകൾക്ക് ശബ്ദം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരു വാതിൽ യേശു നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുള്ളത്. ആ വാതിൽ യേശു നമുക്ക് തുറന്നു തന്നെ ക്രൂശിലൂടാണ്. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമത്തിൽ ഹല്ലേലൂയ ആ താഴ്വരകൾ കൊടുത്തു നിന്നെങ്കിൽ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും ഹല്ലേലൂയ സകല ശക്തികളെയും നിന്റെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നിനക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, കർത്തൃത്വമുള്ള സ്വർലോക ദുഷ്ടാത്മ സേനകൾ ഇങ്ങനെ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാത്തിനെയും യേശു ക്രൂശ് ജയിച്ചു. യേശു ക്രൂശ് ജയിച്ചിട്ട് പറയാ ആമേൻ, ആ അധികാരം ഞാൻ നിനക്ക് തരികയാണ്. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിനകത്ത് മുമ്പോട്ട് പോകാൻ ദൈവം നമുക്ക് ഹല്ലേലൂയ ആമേൻ വഴികൾ വാഴ തുറന്നു തരികയാണ്. കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ ദൈവം നിന്റെ മുമ്പിൽ വാത തുറന്നു വെച്ചിട്ടുണ്ട്. അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ആമേൻ. ദൈവം ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഇതുവരെ കർത്താവിന് വേണ്ടി വാത തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ യേശു ഹല്ലേലൂയ ആമേൻ വെളിപ്പാട് ദിവസം 3-20 വാക്യം എടുക്കണ്ട. ഹല്ലേലൂയ വാക്കി വിളിച്ചു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും.
ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. വീണ്ടും ഒരു വാക്യം കൂടെ. ഹല്ലേലൂയ. ദൈവം നമുക്ക് ഹല്ലേലൂയ വിശ്വാസത്തിലേക്ക് ഒരു വാതിൽ തുറന്നു തന്നു. ദൈവം നമുക്ക് പ്രത്യാശയിലേക്ക് ഒരു വാതിൽ തുറന്നു. ആമേൻ, വചനത്തിന്റെ വാതിൽ നമുക്ക് തുറന്നു തന്നു. ഒരു കാലത്ത് നമ്മൾ വചനം വായിക്കും, നമുക്ക് മനസ്സിലാകാത്ത ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ കൃപയാൽ വചനത്തിന്റെ വാതിൽ ദൈവം നമുക്ക് തുറന്നു തന്നു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യം ഫിലദെൽഫിയ സഭയോട് ദൂത് പറയുന്ന ആ ദൂതോട് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. Yes, hallelujah. Yes, amen. Yes. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഞാൻ കഴിഞ്ഞ എടുത്താണെങ്കിൽ പരിശുദ്ധാത്മ വീണ്ടും പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നിന്നെ ഞാൻ നന്നായി അറിയുന്നു, നിന്നെ നന്നായി ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് ഈ മാസം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം പറയും, നിനക്ക് ജീവിപ്പാൻ വേണ്ടി ഒരു വാതിൽ ഞാൻ തുറക്കാൻ പോകുക. ഇതുവരെ തുറന്നിട്ടില്ലാത്തൊരു വാതിൽ, ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു ഡോർ. ആമേൻ. ആർക്കും ഞാൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത രീതിയിൽ. ഓ, നീ നിന്റെ ശക്തി എനിക്കറിയാം, നിന്റെ കൃപ എനിക്കറിയാം. പക്ഷെ നീ എവിടെയൊക്കെയോ എന്റെ വചനം കാത്തതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഒരു ഡോർ തുറക്കാൻ പോവുകയാണ്. ആ ഡോർ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് നീ എന്റെ പാത നടന്നാ മതി. I declare in the name of Jesus, I declare in the name of Jesus Christ, there is a door opening for you, there is a door opening for you. സാധാരണ ഡോർ ഓപ്പൺ ചെയ്യാണ്. Yes, hallelujah. എന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, ചിലർക്ക് വേണ്ടി ഡോറുകൾ ഓപ്പൺ ആകുകയാണ്. വിശ്വസിക്കുന്നവരെടുത്താട്ടെ. നീ കടന്നു പോകാത്തൊരു ഡോർ. ജീസസ്, 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 ജീസസ്. ശക്തീകരിക്കുന്നൊരു ഡോർ, അത്ഭുതങ്ങളുടെ ഡോർ, ആമേൻ, വീര്യപ്രവർത്തികളുടെ ഡോർ, ആമേൻ, ഫൈനാൻസിന്റെ ഡോർ. ഓ, വഴികളുടെ ഡോർ, ഓ, വഴികളുടെ ഡോർ. ഒരു വചനം പരിശുദ്ധാത്മാവ് എഴുതി കാണിക്കുന്നു. നീ സേവിക്കുന്ന നിന്റെ ഉടയവനുമായി കർത്താവ് ചിലതിന് വേണ്ടി ഡോർ തുറക്കാനായിട്ട് ഇറങ്ങിയാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം അസാധാരണ ലെവലില്. Jesus, hallelujah. ആർക്കും അത് അടയ്ക്കാൻ പറ്റത്തില്ല. വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ. നിനക്ക് വേണ്ടി തുറക്കുന്ന ഡോറ് ഒരു ദുഷ്ടശക്തിക്കും അടയ്ക്കാൻ പറ്റത്തില്ല, ഒരു മനുഷ്യ ശക്തിക്കും തുറക്കാൻ പറ്റത്തില്ല, ഒരു ഇൻഫ്ലുവൻസിനും അടയ്ക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തില് എല്ലാ മാനുഷ്യ ഇൻഫ്ലുവൻസുകളും ശത്രുവിന്റെ കടത്തുവരവിനും ഇന്ന് പൽക്കാലം സ്വർഗമാഗമൻ അതിരിട്ടുകൊണ്ട് കൃത്യമായി ഇടപെടുന്ന പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, നീയുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന കർത്താവ് നിനക്ക് മുമ്പിൽ ഡോറുകൾ തുറന്ന് നിന്നെ അത്ഭുതവും അതിശയവുമായ രീതിയിൽ നടത്താൻ പോകുകയാണെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ഡിക്ലെയർ ചെയ്യാൻ പറയുകയാണ്. I declare in the name of Jesus, I proclaim in the name of Jesus. Hallelujah, hallelujah, hallelujah. Jesus, hallelujah. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. അടുത്ത ദിവസങ്ങളിൽ വേണ്ടി ശുശ്രൂഷിക്കാലോ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു. ജീസസ്, ഹല്ലേലൂയ. ശാന്തനെ റികലഗഡാലബ. നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചിലത്, നിന്നെ നിഗ്രഹിച്ചുകൊണ്ടിരുന്നത്, നിന്റെ മേൽ ദൈവത്തിന്റെ കോപം വെളിപ്പെടുമാറ് ആമൻ ഇതുവരെ വാദിച്ചുകൊണ്ടിരുന്നതിനെ ഈ വചനത്തിനു വിശുദ്ധീകരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ശാപം മാറാൻ പോകുക. നിന്റെ കുടുംബത്തിന് ശാപം മാറാൻ പോവുക. നിന്റെ അതിരുകളിൽ നിന്ന് ശാപം മാറാൻ പോവുക. നിന്നിൽ നിന്റെ തലമുറയിൽ ശാപം മാറാൻ പോവുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ
അസാധാരണമായ ചില ഡോറുകൾ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, ഞാനാകുന്നവൻ, ഞാനാകുന്നു പറഞ്ഞവൻ, ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞവൻ, ഓ എന്നിൽ കൂടി കടക്കുന്ന രക്ഷ പ്രാപിക്കുന്ന ഇടപെട്ടവൻ. ഓ ജീസസ്, ജീസസ്, ജീസസ്. അല്ല, തുറന്നു വരികയാണ്, തുറന്നു വരികയാണ്, തുറന്നു വരികയാണ്. അതിനെ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഒതുക്കിയിട്ടത്, നിന്നെ പിടിച്ചു കെട്ടിയത്, നിന്നെ മുമ്പോട്ട് വിടാതെ കെട്ടിയിട്ടത് സ്വർഗത്തിലെ ദൈവം അഴിക്കുകയാണ്. അവൻ അഴിക്കുകയാണ്. സ്വർഗം നിനക്ക് ഡോർ തുറക്കുകയാണ്. താമ്രക്കഥകൾ തകരുകയാണ്. ഇരുമ്പോടാമ്പിൽ കണ്ണിക്കുകയാണ്. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ ദൈവത്തിന്റെ വചനം കാത്തതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ മുന്നിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടച്ചൂടാ. ഈ വചനത്തെ അതുപോലെ ഈ ജനത്തിന്റെ മേൽ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം അടച്ചാൽ ആർക്കും തുറക്കാനും പറ്റത്തില്ല. ആകെ ലഭിക്കുന്ന നന്മയ്ക്കകത്ത് നന്ദിയുള്ളവരായി ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കുവാൻ, ലഭിക്കപ്പെടുന്ന നന്മയ്ക്കകത്ത് ഉല്ലസിച്ച് ആഹ്ലാദിച്ച് മതം മറന്ന് ജീവിക്കാൻ അനുവദിക്കാതെ കൃപയുടെ സാന്നിധ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ദാനമല്ലേ എല്ലാം ദൈവത്തിന്റെ ദാനമല്ലേ, ദാതാവിനെ മറക്കല്ലേ, ദാതാവിനെ മറക്കല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് എപ്പോഴും പറയാറുണ്ട്. ഹല്ലേലൂയ. യേശുവേ എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് പൽക്കാലം നിനക്ക് മുമ്പ് തുറക്കുന്ന വാതിൽ ശത്രു കാണത്തില്ല. ശത്രു ഒരു വഴിയായി വരും, അവൻ 7 വഴിയായി പോകും. ദൈവം തുറക്കുന്ന വാതിൽ അത് അത്ഭുതത്തിന്റെ വാതിലായിരിക്കും. ജോലിയില്ലാത്ത ജനത്തിന്റെ മുമ്പിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ വാതിലുകൾ തുറന്നു പ്രാർത്ഥിക്കുകയാണ്. ഈ മാസം അവരുടെ മേൽ വാതിലുകൾ തുറന്നു പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വാതിൽ തുറന്നു പ്രാർത്ഥിക്കുകയാണ്. ശാരീരിക ദണ്ഡനം അനുഭവിക്കുന്നവരുടെ മേൽ സ്വസ്ഥതകൾ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. മരണഭയം മാറിപ്പോകട്ടെ, ഭീതി മാറിപ്പോട്ടെ, നിരാശകൾ മാറിപ്പോട്ടെ. ശത്രുവിന്റെ ഉപദ്രവത്തിന് ഇന്ന് പൽക്കാലം ഞങ്ങൾ അതിര് കൽപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹത്തിലേക്ക് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഓൺലൈൻ കേൾക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം ചലിക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഈ 8 മാസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു മാസമാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി പുതിയ വാതിലുകൾ തുറക്കുന്ന, ദൈവിക നന്മകൾ കാണുന്ന, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു പുതിയ മാസമാക്കി 8 മാസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഹല്ലേലൂയ ഒരു പാട്ട് പാടുകയും ഹല്ലേലൂയ ദൈവരായി ഇതിനകത്ത് വിതയ്ക്കാനുള്ള സമയമാണ്. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ അടച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറും വേളകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ.
കൈകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാ ആർക്കും തുറപ്പാനാവുകില്ല. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. യേശു ഒരു വാതിൽ തുറന്നാ